കുറച്ച് ദിവസങ്ങളായി സൗദി അറേബ്യ ലോക വിപണിയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ലോകത്ത് ഏറ്റവും ലാഭമുണ്ടാക്കുന്ന കമ്പനിയാണ് സൗദി അറേബ്യയുടെ അരാംകോ എന്നത് അറിയാക്കഥയല്ല. വൻകിട കമ്പനികളുടെ ഓഹരികൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്ന അരാംകോ ലക്ഷ്യമിടുന്നത് മറ്റൊന്നുമല്ല, എണ്ണ ഇതര മേഖലകളിൽ നിന്നുള്ള വരുമാനം തന്നെയാകുന്നു. ആയതിനാൽ തന്നെ സൗദി അറേബ്യയുടെ ലക്ഷ്യം മാറുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി കരാറും ഉണ്ടാക്കിയത്. എന്നാലോ റിലയൻസിന്റെ ഓഹരി വില കുതിച്ചുയരാൻ ഈ കരാർ ഇടയാക്കുകയും ചെയ്തു. ലോകത്തെ തന്നെ വലിയ വിപണിയാണ് ഇന്ത്യ, ഇത് ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസിന്റെ ഓഹരി സൗദിയുടെ അരാംകോ നോട്ടമിടുന്നത് സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അതായത് 2019 ഇരു കമ്പനികളും കരാറിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത മറ്റൊന്നാണ്. ആ കരാറിൽ നിന്ന് റിലയൻസ് പിന്നോക്കം പോയിരിക്കുന്നു എന്നതാണ് വാർത്ത. ഇത്തരത്തിൽ കോടികളുടെ കരാർ എന്തുകൊണ്ടാണ് റിലയൻസ് വേണ്ടെന്ന് വച്ചത് എന്നത് നിങ്ങളിലും സംശയം ഉണ്ടാക്കിയേക്കാം. കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾക്കിടയിലും ആസ്തി കൊണ്ടും പകിട്ടുകൊണ്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ കമ്പനിയായി മാറിയിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന ഈ കമ്പനി കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ്. എന്നാൽ സൗദി അറേബ്യയും കമ്പനിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. 2019 നടത്തിയ ആ കരാർ കമ്പനിയുടെ ഓയിൽ കെമിക്കൽ വ്യാപാരത്തിന്റെ 20% സൗദിയുടെ അരാംകോയ്ക്ക് വിൽക്കുന്നതായിരുന്നു കരാർ രേഖപ്പെടുത്തിയിരുന്നത്. 2019 തന്നെ ഒപ്പുവെച്ച ഈ കരാർ പ്രകാരം റിലയൻസിന്റെ 20% ഓയിൽ കെമിക്കൽസ് ബിസിനസ് അരാംകോയുടേതായി മാറുന്നതാണ്. $1500 കോടി മൂല്യമുള്ള കരാറായിരുന്നു ഇത്. ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപം കൂടിയായിരുന്നു ഇത് എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എന്നാലോ റിലയൻസ് ഇപ്പോൾ കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. റിലയൻസ് അവരുടെ ഊർജ്ജ നയത്തിൽ കാതലായ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കുന്നതിന് പകരം ഗ്രീൻ എനർജിയെ കൂടുതലായി ആശ്രയിക്കാനാണ് റിലയൻസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പ്രകൃതിക്ക് കാര്യമായ ക്ഷതമേൽക്കാത്തതാണ് ഗ്രീൻ എനർജി എന്നത്. ദശാബ്ദങ്ങളായി തന്നെ റിലയൻസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഫോസിൽ ഇന്ധനത്തിലാണ്. എന്നാലോ പ്രകൃതിക്ക് വലിയ ഭീഷണിയാണ് ഇത്. ഫോസിലുകൾ ചൂടാക്കുന്നതിലൂടെ ലഭിക്കുന്ന ഇന്ധനം കാർബൺ ബഹിർഗമനത്തിന് കാരണമാക്കുകയും ചെയ്യും. പ്രകൃതിയുടെ നിലനിൽപ്പ് ഭീഷണിയിലാക്കുന്നതാണ് കാർബൺ പുറന്തള്ളുന്ന പ്രക്രിയ. ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനമായ കാരണം കാർബൺ ബഹിർഗമനം തന്നെ. ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ അമിതമായ തോതിൽ കാർബൺ എത്തുന്നതിലൂടെ ചൂട് ഇരട്ടിയാക്കുകയാണ്, താപനില ഉയരുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ സ്വഭാവം മാറുന്നതിന് ഇത് കാരണമായി മാറി. അപ്രതീക്ഷിതമായ മാറ്റം കാലാവസ്ഥയിൽ കാണുകയും ചെയ്യുന്നു. വേനലിൽ പോലും പ്രളയ സാധ്യത തള്ളാനാകില്ലെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിലാണ് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ലോക നേതാക്കൾ ആലോചിക്കുന്നത്. വികസ്വര രാജ്യങ്ങൾക്കിടയിൽ വിഷയത്തിൽ തർക്കം തുടർന്നു വരികയാണ്. അതേസമയം റിലയൻസ് ഇനി കൂടുതലായി പുനരുപയോഗ ഊർജത്തെ ആശ്രയിക്കുമെന്നാണ് വിവരം. കാറ്റ്, വെള്ളം, തിരമാല, സൂര്യൻ തുടങ്ങിയവയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം ഊർജ നിർമ്മാണം പ്രകൃതിക്ക് ഭീഷണിയല്ല. പുനരുപയോഗ ഊർജ മേഖലയിൽ റിലയൻസ് $1000 കോടി നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് മുകേഷ് അംബാനി അടുത്തിടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രീൻ എനർജിക്ക് ഇന്ത്യ ഊന്നൽ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. കാർബൺ ബഹിർഗമനം ഇന്ത്യ കുറയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഫോസിലുകളിൽ നിന്നല്ലാത്ത ഇന്ധന വിഭവ ശേഖരണം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ശ്രമം എന്നത്. രാജ്യത്തെ 5 ഗ്രീൻ എനർജി സപ്ലൈ ചെയ്യുന്നതിന് റിലയൻസ് ആണ് ഇപ്പോൾ മുന്നിൽ. ഈ മേഖലയെ സജീവമാക്കാൻ കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് സബ്സിഡി നൽകുന്നുമുണ്ട്. ഇതുമൂലമാണ് സൗദിയുടെ അരാംകോയിൽ നിന്ന് $1500 കോടി വിലമതിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറാൻ റിലയൻസിനെ പ്രേരിപ്പിച്ചത്. ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.